പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കോളിഫ്ലവർ വെച്ചൊരു സിമ്പിളായിട്ടുള്ള സബ്ജി ഉണ്ടാക്കിയാലോ? സിമ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. അതിനു പുറമെ പച്ചക്കറികൾ ഒരുപാട് കഴിച്ചും പോകും. ലൈറ്റ് ഇല്ലാതെ ഇരുട്ടത്തിരിക്കണ ഈ പച്ചക്കറികൾ എങ്ങനെയുണ്ട് കാണാൻ? എനിക്കെന്തോ ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതാ എല്ലാവരും വെളിച്ചത്തേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കോളിഫ്ലവറിൻ്റെ സബ്ജി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനി ഒരു പാത്രത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് ആളത്രേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി തരും. അതിനു വേണ്ടി ഒന്ന് അടച്ചു വെച്ചതാണേ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഉലുവട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ 2 സവാള ഉള്ളത് മുറിച്ചിടുക, കറിവേപ്പില ഇടുക. ഇതെല്ലാം കൂടി 2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി മസാലകൾ ഇടാല്ലേ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി മുറിച്ചിടുക, ഉപ്പിടുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഗ്രേവി ഇതുപോലെ തിളച്ച് വന്നാൽ ഉരുളക്കിഴങ്ങ് മുറിച്ചത്, കോളിഫ്ലവർ മുറിച്ചത്, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിക്കോളൂ. കുക്കറിൽ ഒറ്റയടിക്ക് സ്റ്റീം അടിച്ചിട്ട് വേവിക്കരുത് കേട്ടോ, അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഏത് പാത്രം എടുക്കാം, ഞാൻ കുക്കർ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഒരാളും കൂടി ബാക്കി ഉണ്ടായിരുന്നില്ലേ, അത് നമ്മളെ ക്യാപ്സിക്കം, അപ്പോൾ അതും കൂടി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടോളൂ. ഇനി മീഡിയം തീയിലിട്ടിട്ട് കുക്കർ ഒന്ന് അടയ്ക്കുക, എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, എന്നിട്ട് പിന്നെ അടയ്ക്കുക. അങ്ങനെ വേവിച്ചെടുക്കണേ, അപ്പോഴേ ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഈ കറി വെന്ത് വരുമ്പോൾ ഇതിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം എന്താ വെച്ചാൽ ഈ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് വരും, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ അതാ കോളിഫ്ലവർ സബ്ജി നന്നായി വെന്ത് വന്നു തുടങ്ങി. അപ്പം ഇനി അതിലേക്ക് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുത്തോളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളും നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ സബ്ജി ഇതാ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചപ്പാത്തിയുടെ കൂടെ ചൂടോടുകൂടി ഈ കറി, ആഹാ ഭയങ്കര ടേസ്റ്റാണേ. സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.